السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 160 വചനത്തിന് നൽകുന്ന വിശദീകരണം, അതിൻ്റെ അവസാന ഭാഗത്തായി ഖലീഫത്തുള്ള പറയുന്നു, ഈച്ച് പ്രോഫറ്റ് ഹാസ് ഹിസ് ഓൺ ക്യാരക്ടർ. ഒരുപാട് പ്രവാചകന്മാർ ഈ ഭൂമുഖത്ത് വന്നിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാർക്കും അവരവരുടേതായ വ്യക്തിത്വമാണ്. ഫോർ നോ വൺ പേഴ്സൺസ് ടെമ്പർ ഈസ് സെയിം. ഓരോ വ്യക്തിയുടെയും മനോവൃത്തി ഒരേ നിലയിലുള്ളതല്ല. പ്രോഫറ്റ് മൂസ അലൈഹിസ്സലാം ഹാഡ് എ ഹോട്ട് ടെമ്പർ. മൂസ അലൈഹിസ്സലാമിന് ഒരു ചൂടൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹോട്ട് ടെമ്പർ. അദ്ദേഹത്തിൻ്റെ മനോനില ചൂടേറിയതായിരുന്നു, പെട്ടെന്ന് കോപിഷ്ഠനാകുന്നതായിരുന്നു. ആൻഡ് അതേഴ്സ് ഹാഡ് എ കൂൾ ടെമ്പർ. എന്നാൽ മറ്റു പ്രവാചകന്മാർ വളരെ തണുത്ത പ്രകൃതം ഉള്ളവരായിരുന്നു. ഓർ ആൻ ആവറേജ് വൺ, അല്ലെങ്കിൽ ഒരു ശരാശരി നിലവാരം. ചുരുക്കത്തിൽ മനുഷ്യനെന്ന നിലയിൽ എല്ലാ വ്യക്തികളും വ്യത്യസ്തങ്ങളായ മനോവൃത്തി കാത്തുസൂക്ഷിക്കുന്നവരാണ്. ദ കമ്മിങ് ഓഫ് ദ ബെസ്റ്റ് പേഴ്സൺ ആൻഡ് മെസ്സഞ്ചർ ഫോർ മാൻകൈൻഡ്. മാനവരാശിക്ക് വേണ്ടി ഏറ്റവും നല്ല വ്യക്തിയുടെ ആഗമനം, ഏറ്റവും നല്ല പ്രവാചകൻ്റെ ആഗമനം meant that Allah needed to inculcate into his special envoy. അള്ളാഹു താല ആ പ്രത്യേകമായ പ്രതിനിധിയെ അദ്ദേഹത്തിൽ രൂപകൽപ്പന ചെയ്യുവാൻ ആഗ്രഹിച്ചു. എ ട്രൂലി സ്പെഷ്യൽ ക്വാളിറ്റി, പ്രത്യേകമായ ഗുണവിശേഷങ്ങൾ, വിച്ച് ഷാൽ ഡിസ്റ്റിങ്വിഷ് ഹിം ഫ്രം അതർ പ്രോഫറ്റ്സ്. ആ ഗുണവിശേഷങ്ങൾ, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രത്യേകമായ അനിതര സാധാരണമായ ഗുണവിശേഷങ്ങൾ സമ്മേളിപ്പിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചു. മറ്റ് പ്രവാചകന്മാരിലും നിന്നും അദ്ദേഹത്തെ തിരിച്ചറിയുന്നതിനായി. ടു റീയുണൈറ്റ് ഹിം ഓൾ ദ ഗുഡ് ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടർ. എല്ലാ നല്ല ഗുണങ്ങളും സ്വഭാവ വൈശിഷ്ട്യങ്ങളും വ്യക്തിത്വവും ഓഫ് ഓൾ പ്രോഫറ്റ്സ് വിച്ച് കെയിം ബിഫോർ ഹിം. അദ്ദേഹത്തിന് മുമ്പ് വന്ന പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന എല്ലാ നല്ല ഗുണങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സമ്മേളിപ്പിക്കുകയുണ്ടായി. മുഹമ്മദ് വാസ് ദാറ്റ് സ്പെഷ്യൽ എൻവോയ്, ഒരു പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ, ഹു വാസ് ബ്ലസ്ഡ് ബൈ സച്ച് ക്വാളിറ്റീസ്. ഇത്തരം ഉത്കൃഷ്ടമായ ഗുണങ്ങളാൽ അദ്ദേഹം അലങ്കൃതനായിരുന്നു. എലോങ് വിത്ത് ഹിസ് മൈൽഡ് ടെമ്പർ, അതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള സ്വഭാവ വൈശിഷ്ട്യം മൈൽഡ് ടെമ്പറായിരുന്നു.
അതായത് അനുനയ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആരെയും തന്നോടൊപ്പം അനുനയിപ്പിച്ച് നിർത്താനുള്ള ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നു. It must be borne in mind that this depends upon the situation he faced. അദ്ദേഹം അഭിമുഖീകരിച്ച സാഹചര്യത്തിനനുസൃതമായിട്ടാണ് അദ്ദേഹം ഈ അനുനയ സ്വഭാവം കാട്ടിയിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. He conquered the hearts of many Arabs of various social classes and status and invited them to Islam. അറബികളുടെ ഇടയിലുണ്ടായിരുന്ന പല സ്വഭാവ വൈശിഷ്ട്യങ്ങളുള്ള പല രീതിയിലുള്ള അറബികളെയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ആ പദവിയും അദ്ദേഹത്തിൻ്റെ അനുനയ സ്വഭാവവും കൊണ്ട് ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവർ അങ്ങനെ ആ ക്ഷണം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതൊരു പ്രത്യേക അനുനയ രീതിയാണ്. അത് അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയിരുന്നു. And consult them in matters, and when you have taken your decision, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുക. And when you have taken your decision, എന്നിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, then put your trust in Allah, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അപ്പോൾ നിങ്ങൾ അനുചരന്മാരുമായി കൂടി ആലോചിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ള വിശദീകരിക്കുന്നു. ആസ് ഫോർ ദ മീനിങ് ഓഫ് കൺസൾട്ടിങ് ദ ബിലീവേഴ്സ്, വിശ്വാസികളുമായി നിങ്ങൾ ചർച്ച നടത്തി തീരുമാനിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ മാറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Allah meant for his prophets to lend an ear to the suggestions and ideas of his disciples. അല്ലാഹു തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ നൽകുന്ന ഒരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്ക് അദ്ദേഹം അവരിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കുക. To lend an ear to the suggestions, അവർ പറയുന്ന ആ നിർദ്ദേശങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കുക. ആൻഡ് ഐഡിയാസ് ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്, അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ നൽകുന്ന ആശയങ്ങളും നിങ്ങൾ ചെവി കൊടുത്ത് കേൾക്കുക. ആൻഡ് ഇംപ്ലിമെൻ്റ് ദം, അത് നിങ്ങൾ നടപ്പിലാക്കണം. ഇഫ് ഹി ഡീംസ് ഇറ്റ് റൈറ്റ്, അത് ശരിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ. അപ്പോൾ അനുചരന്മാർ പറയുന്നത് അവരുമായിട്ട് കൂടിയാലോചന നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ അഭിപ്രായങ്ങൾ ആ കാര്യത്തിൽ എന്താണ് എന്ന് ആരായുകയും അത് സശ്രദ്ധം കേൾക്കുകയും എന്നിട്ട് ഇഫ് ഹി ഡീംസ് ഇറ്റ് റൈറ്റ്, അദ്ദേഹം അത് ഇവർ പറയുന്ന കാര്യം ശരിയാണ് നല്ലതാണ് എന്ന് തോന്നുന്നെങ്കിൽ ഇംപ്ലിമെൻ്റ് ദം, അവ നിങ്ങൾക്ക് നടപ്പിലാക്കാവുന്ന. ബട്ട് ഇഫ് ഹി സീസ് ദം ആസ് നോട്ട് അപ്രോപ്രിയേറ്റ്, എന്നാൽ തൻ്റെ അനുചരന്മാർ പറയുന്നത് അനുഗുണമായിട്ടുള്ളതല്ല, അത് യോജിച്ച ഒരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ ഹി ഹാസ് കംപ്ലീറ്റ് പെർമിഷൻ. അല്ലാഹു തആല അദ്ദേഹത്തിന് പരിപൂർണമായ അനുവാദം കൊടുത്തിട്ടുണ്ട് ഫ്രം അല്ലാഹ് ടു ഇംപ്ലിമെൻറ്റ് ഹിസ് ഡിസിഷൻ. അദ്ദേഹം സ്വയം എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുവാനുള്ള അനുവാദം അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകും. അനുചരന്മാരുമായി കൂടി ആലോചിക്കാം. അത് അനുഗുണമാണ് എന്ന് തോന്നുന്നെങ്കിൽ അത് തീരുമാനിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാവുന്നതാണ്. ഇൻ ദ കപ്പാസിറ്റി ഓഫ് പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന നിലയിലാണ്. ആൻഡ് ത്രൂ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് അല്ലാഹ്, അതുപോലെ അള്ളാഹുവിൽ നിന്ന് വരുന്ന പ്രത്യേകമായ നിർദ്ദേശമനുസരിച്ചായിരിക്കും അങ്ങനെ അപ്രകാരം തൻ്റെ അനുചരന്മാർ പറയുന്നതിൽ നിന്നും വ്യതിചലിച്ച് സ്വയം ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വരുന്നത്. ഹി ഈസ് ടു പുട്ട് ഹിസ് ട്രസ്റ്റ് ഓൺലി ഇൻ അല്ലാഹ്, അദ്ദേഹം അള്ളാഹുവിൽ മാത്രം ആ കാര്യത്തിൽ ഭരമേൽപ്പിക്കുകയും ആൻഡ് ക്യാരി ഓൺ ഹിസ് ഡ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്യുക. ആസ് പെർ ദ ഡിവൈൻ വിൽ, അത് ദൈവിക ഇച്ഛപ്രകാരം അപ്രകാരം പ്രവാചകന്മാർക്ക് ചെയ്യാം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്യാമായിരുന്നു. ഇതുപോലെ ഇക്കാലത്ത് നമ്മെ നയിക്കുന്നതിന്
അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്നു. അദ്ദേഹം നമ്മളുമായിട്ട് പല കാര്യങ്ങളും ആശയവിനിമയം നടത്തുകയും തീരുമാനത്തിലെത്തുകയും ചെയ്യാനുള്ളത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. എന്നാൽ സ്വയം അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ തീരുമാനങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അഭിപ്രായത്തിന് ഭിന്നമായ തീരുമാനമെടുക്കണം. അത് ദൈവികമായ ഇച്ഛയനുസരിച്ചായിരിക്കും അത് നമ്മൾ അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ് ഹാസ് എ ഫോർമോസ്റ്റ് ഡ്യൂട്ടി ടു ഒബേ അള്ളാഹ്. ഒരു പ്രവാചകൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ടു ഒബേ അള്ളാഹ്, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. നോട്ട് ക്രീച്ചേഴ്സ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അനുസരിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇഫ് ഹി സീസ് ദാറ്റ് എ സജഷൻ ഓർ ഐഡിയ ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ്, അദ്ദേഹം ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരാശയം നല്ലതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു എങ്കിൽ ദെൻ ഹീ ഈസ് നോട്ട് ടു പ്ലീസ് പീപ്പിൾ. അപ്പോൾ നിങ്ങൾ ആ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ബൈ അക്സെപ്റ്റിംഗ് ദെയർ വ്യൂസ്, അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല. അവരുടെ പ്രീതി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അവരുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടതില്ല. ബട്ട് ഇൻസ്റ്റെഡ്, എന്നാൽ പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഹി മസ്റ്റ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശത്തെയാണ് അവർ പിന്തുടരുന്നത്. ബട്ട് പുട്ട് ഹിസ് ട്രസ്റ്റ് ഇൻ അള്ളാഹ്, അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ഫോർ വാട്ട് എവർ ഡിസിഷൻസ് ഹി ഹാസ് ടേക്കൺ, അദ്ദേഹം എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അത് ശേഷം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഫോർ ദ വെൽഫെയർ ഓഫ് ഇസ്ലാം ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ നന്മയ്ക്കും അതുപോലെ ഈ മുസ്ലിങ്ങളുടെ നന്മയ്ക്കുമായി എന്ത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനത്തിന് അനുകൂലമായിട്ട്. ഈ പാഠങ്ങൾ നമുക്ക് നൽകുന്നത് നമ്മൾ മുസ്ലിങ്ങൾ എന്ന നിലയിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ എന്നുള്ള നിലയിൽ, മാനവകുലത്തിനും എല്ലാ രീതിയിലും ദിശാബോധം നൽകേണ്ട, നന്മകളുടെ വഴി തുറന്നു വയ്ക്കേണ്ട ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും ഓരോ നല്ല തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന അതിമഹത്തായ പാഠമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഇത് ജലസ പോലുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുകയും എന്നിട്ട് അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അത് വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ്. അടുത്ത ഒരു വർഷത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനും ചിന്തിക്കുന്നതിനും പദ്ധതികൾ തയ്യാറാക്കുന്നതിനും എന്നിട്ട് ആ ഒരു വർഷത്തിനകം വെച്ച് ആ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യേണ്ടുന്ന അതിമഹത്തായ കാര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അല്ലാഹ് വാട്ട് എവർ ഡിസിഷൻസ് ഹി ഹാസ് ടേക്കൺ ഫോർ ദ വെൽഫെയർ ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതെടുക്കണം. ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇസ്ലാം, ഇസ്ലാമിലെ ആളുകളെന്ന് പറയുന്നത് മുഴുവൻ ലോക ജനതയുമാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. കാരണം എല്ലാ ജനങ്ങളും എല്ലാ ആളുകളും അള്ളാഹുവിൻ്റേതാണ്. അപ്പോൾ മനുഷ്യർക്കും ഇസ്ലാം എന്ന് പറയുന്ന അതിമഹത്തായ ദിശാബോധ വഴി കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഏർപ്പെടേണ്ടതാണ്. അങ്ങനെ അവരുടെ ഹൃദയം കവരുന്നതിന് പര്യാപ്തമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഈ വചനം നമ്മെ സൂചിപ്പിക്കുന്നു. വെരി ഓഫൺ ഹിപ്പോക്രൈറ്റ്സ് ട്രൈ ടു ലേബൽ ദ പ്രോഫറ്റ് ആസ് സോൾലി ആൻ ഇയർ. ഈ കപടവിശ്വാസികളായ ആളുകളുണ്ട്. അവർ എപ്പോഴും പ്രവാചകൻ്റെ മേൽ ആരോപണം ഉന്നയിക്കുന്നവരാണ്. ടു ലേബൽ ദ പ്രോഫറ്റ്, അദ്ദേഹം ഇന്ന ആളുകൾ പറയുന്നത് പോലെ ചെയ്യുള്ളെന്ന്, അല്ലാതെ നമ്മളാരും പറയുന്നതിലൊരു കാര്യവും ശ്രദ്ധിക്കത്തില്ല എന്ന് പറയുന്ന അത് കപടവിശ്വാസികളാണ്. ബട്ട് ദാറ്റ് ഹി ഡസ് നോട്ട് ഇംപ്ലിമെൻറ്റ് ദെയർ ഐഡിയാസ്, കാരണം അവരുടെ ആശയങ്ങളൊന്നും അദ്ദേഹം നടപ്പിലാക്കുന്നില്ല. ബട്ട് ദ പ്രോഫറ്റ് ഈസ് ടു ഇഗ്നോർ സച്ച് വെയിൻ പീപ്പിൾ, ഇത്തരം ഫലശൂന്യമായ ആളുകളുടെ അഭിപ്രായങ്ങളെ തള്ളിക്കളയണമെന്നാണ് പറയുന്നത്. ബട്ട് ദ പ്രോഫറ്റ്, എന്നാൽ പ്രവാചകൻ, ഈസ് ടു ഇഗ്നോർ, അവഗണിച്ച് കളയുക, സച്ച് വെയിൻ പീപ്പിൾ, ഒരു ഫലവും തരാത്ത അത്തരത്തിലുള്ള ആളുകൾ.
ഹൂ കൺസിഡർ ദംസെൽസ് ആസ് മോർ ഇമ്പോർട്ടൻറ്റ്. അവർ കരുതുന്നത് എന്താണ്? അവർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ദാൻ ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്. അള്ളാഹിൻ്റെ ദൂതനേക്കാൾ അവർക്ക് അറിവുണ്ട് എന്ന ഭാവത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങളും വാക്കുകളും. ആൻഡ് ഹൂ തിങ്ക് ദാറ്റ് ദെയർ ഐഡിയാസ് മസ്റ്റ് അറ്റ് ഓൾ കോസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ്. അവർ വിചാരിക്കുന്നത് അവരുടെ ആശയങ്ങളൊക്കെ അത് നടപ്പിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ബട്ട് അള്ളാഹ് സെയ്സ്, എന്നാൽ അള്ളാഹു തആല പറയുന്നത്, നോ, ഓൺലി ഐ ആൻഡ് മൈ പ്രോഫറ്റ്, തീർച്ചയായിട്ടും ഞാനും എൻ്റെ പ്രവാചകനും, ഹാവ് ദ അപ്പർ ഹാൻഡ് ഓൺ ഓൾ മാറ്റേഴ്സ്, എല്ലാ കാര്യത്തിലും മേൽക്കൈ എനിക്കും എൻ്റെ പ്രവാചകനുമാണ്. ഡെസ്പൈറ്റ് ദ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ്, ഇനി വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ആൻഡ് ഡിസഗ്രിമെൻറ്റ്സ്, എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും, ഓഫ് ദ പീപ്പിൾ ഓൺ ദിസ് മാറ്റർ, ഒരു കാര്യത്തിൽ ജനങ്ങൾക്ക് അതിന് എതിർപ്പുണ്ടെങ്കിലും വിവിധ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തന്നെയും അള്ളാഹുവും അവൻ്റെ ദൂതനും എടുക്കുന്ന തീരുമാനം തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. അതിൻ്റെ മേൽ നമ്മുടെ കൈകടത്തലുകൾ. കാരണം ഇസ്ലാമിൻ്റെ, മുസ്ലിങ്ങളുടെ, ലോക ജനതയുടെ സമസ്ത പുരോഗതിക്കും പര്യാപ്തമായ തീരുമാനങ്ങൾ എടുക്കുന്നത് അള്ളാഹുവും അവൻ്റെ ദൂതനും തന്നെയാണ്. ഇപ്രകാരം തസ് Allah shall always be with his prophets. അള്ളാഹു തആല തീർച്ചയായിട്ടും അവൻ്റെ പ്രവാചകനോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. ആൻഡ് ഷെൽട്ടർ ഹിം, അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും അഭയം നൽകുകയും ചെയ്യും. ഇൻ സച്ച് ട്രസ്റ്റ്, അദ്ദേഹം അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ആ നിലയിലാണ്. വിച്ച് ഈസ് സഫിഷ്യൻറ്റ് ടു എനേബിൾ ഹിം ടു ഫേസ് ദോസ് ഹു ഹാവ് എ ഹിഡൻ അജണ്ട. ഈ കപടവിശ്വാസികളും ദൈവനിഷേധികളുമായ ആളുകൾക്ക് അവർ മറച്ചു വെച്ചിരിക്കുന്ന അജണ്ടകൾ ഉണ്ടെങ്കിലും, വെൻ ഡീലിംഗ് വിത്ത് ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെതിരായിട്ട് നടപ്പിലാക്കുന്ന ഹിഡൻ അജണ്ട, ഒളിച്ചു വെച്ച നടപടിക്രമങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും, തീർച്ചയായിട്ടും എപ്പോഴും അള്ളാഹു തആലയിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും രക്തം ചിന്തേണ്ടി വന്നാലും, എന്തെല്ലാം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും, അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലെല്ലാം അതിൽ അദ്ദേഹത്തിനെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത നിലയിലുള്ള ആത്മീയമായ ഔന്നത്യവും ഭൗതികമായ പുരോഗതിയും നൽകുക തന്നെ ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്ന ഈ പാഠങ്ങൾ നമ്മൾ ഗഹനമായി ചിന്തിക്കുകയും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും, അത് മാസത്തിലായാലും വർഷത്തിലായാലും, നമ്മൾ തീർച്ചയായിട്ടും ചില പദ്ധതികൾ ഇസ്ലാമിൻ്റെ ശ്രേയസ്സിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി തയ്യാറാക്കുകയും ആ പദ്ധതികൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അതിൻ്റെ പുരോഗതി ലോകത്തിൻ്റെ പുരോഗതിയാണ്, മനുഷ്യവംശത്തിൻ്റെ പുരോഗതിയാണ്. അതാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവും വിശദീകരണവുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.